ആദ്യ ദിവസം ബോക്സ് ഓഫീസിൽ കത്തിപ്പടർന്നിരിക്കുകയാണ് ബ്രഹ്മയുഗം മൂവി. ഈ ഒരു ഫോട്ടോസ് കണ്ടോ നിങ്ങൾ? ഇതാണ് എന്നെ ശരിക്കും ഞെട്ടിച്ചിരിക്കുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സീറ്റിംഗ് കപ്പാസിറ്റിയിലുള്ള എറണാകുളത്തെ തിയേറ്ററിൽ രാത്രി 11:55 സ്പെഷ്യൽ ഷോ ഉണ്ടായിരുന്നു. അവിടെയാണ് ബുക്കിങ്ങിലൂടെ തന്നെ ഏകദേശം 95% ടിക്കറ്റ്സും സോൾഡ് ഔട്ട് ആയിരിക്കുന്നു. ഈ ഒരു പടം കാണാൻ, ഇത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് എന്നുള്ളതൊക്കെ ആളുകൾ മറന്ന് ലയിച്ചിരുന്ന് കാണാൻ പ്രേക്ഷകർക്ക് ഈ ഒരു സിനിമ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 100-ൽ കൂടുതൽ ലേറ്റ് ആൻഡ് നൈറ്റ് എക്സ്ട്രാ ഷോകൾ ബ്രഹ്മയുഗത്തിൻ്റെതായിട്ട് ആദ്യ ദിവസം നടന്നു. 100-ൽ കൂടുതൽ ലേറ്റ് എക്സ്ട്രാ ഷോകളൊക്കെ നടക്കാമെന്ന് പറഞ്ഞാൽ അന്യായ പോസിറ്റീവ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ബ്രഹ്മയുഗത്തിന് ക്ലാഷ് റിലീസായിട്ട് നമ്മുടെ പ്രേമലു എന്ന് പറയുന്ന സിനിമ ഉണ്ട്. ആ സിനിമക്കും എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് റിപ്പോർട്ടാണ്. ഈ രണ്ട് സിനിമകളാണ് ഇന്നലെ ബോക്സ് ഓഫീസിൽ കളം നിറഞ്ഞത്. ആ ഒരു പക്ക എൻ്റർടൈനർ സിനിമയോടൊപ്പം മമ്മൂക്കയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലാസ് സിനിമക്ക് 100-ൽ കൂടുതൽ എക്സ്ട്രാ ഷോകൾ കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ അവസാന 24 അവേഴ്സിൽ 103K ടിക്കറ്റ്സുകളാണ് ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം സോൾഡ് ഔട്ടായി പോയിരിക്കുന്നത്. 1,03,000 ടിക്കറ്റ്സുകൾ. കേരളത്തിൽ ജസ്റ്റ് 200 തിയേറ്ററിലാണ് ഈ ഒരു സിനിമ എത്തിയത്. കുറച്ചും കൂടെ തിയേറ്റർ ഉണ്ടെങ്കിൽ ഈ ഒരു ഫിഗർ ഒന്നും കൂടെ മാറുമായിരുന്നു. എന്തായാലും പ്രേക്ഷകരിൽ നിന്നും മികച്ച സിനിമ എന്നുള്ള ഒരു അഭിപ്രായം നേടിയെടുക്കാൻ ബ്രഹ്മയുഗം എന്ന സിനിമയ്ക്ക് സാധിച്ചു. ഫസ്റ്റ് ഡേയിലും സിനിമ ഗംഭീരമായിട്ട് പോയി. ഇനി സെക്കൻഡ് ഡേയിലും തേർഡ് ഡേയിലൊക്കെ ബോക്സ് ഓഫീസിൽ ബ്രഹ്മയുഗം എന്ന സിനിമയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ്.